ഇന്ന് നമ്മൾ ആക്കുന്നത് എഗ് മസാല അല്ലെ മുട്ട മസാല. അതിന് വേണ്ടത് ഉള്ളി ആദ്യം ചോപ്പ് ചെയ്യുക അല്ലെ സ്ലൈസ് ചെയ്യുക. സ്ലൈസ് ചെയ്ത ഉള്ളി എണ്ണയിലിട്ട് വഴറ്റുക. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടെ ചോപ്പ് ചെയ്യുക അല്ലെ മിക്സിയിലൊന്നിട്ട് ചെറുതായി ഒന്ന് കറക്കി അടിച്ചെടുക്കുക. ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റി വരുമ്പം ഉപ്പിടണം. ഉപ്പിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്പീഡിൽ ഉള്ളീൻ്റെ വെള്ളം അങ്ങോട്ട് താഴെ ഇറങ്ങി അത് കുറച്ചും കൂടെ വഴറ്റാൻ എളുപ്പമാക്കും. അപ്പോൾ ലേശം നമുക്ക് ലൈറ്റ് ബ്രൗൺ ആയി കിട്ടണം ഉള്ളി, എന്നാലും ആ പച്ചച്ചോയ മാറുക. ഉപ്പിട്ടാക്കിയതിന് ശേഷം ഒന്ന് ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കുക, അടിക്ക് പിടിക്കാണ്ട് നോക്കുക. എന്നിട്ടൊന്ന് മൂടിയും കൂടെ വെക്കുക. മൂടി വെക്കുമ്പോൾ ആവി കൊണ്ട് കുറച്ചും കൂടെ വേഗം ഉള്ളി വഴറ്റി കിട്ടും, ബ്രൗൺ ആയി കിട്ടും. ഇപ്പം ഉള്ളി ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. പച്ചച്ചോയ മാറിയാൽ മതി. ഒരു നേരിയൊരു ലൈറ്റ് കളർ കിട്ടിയാൽ മതി, അധികം ബ്രൗൺ ആവണമെന്നില്ല. ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അവരവരെ ടേസ്റ്റിനനുസരിച്ചിട്ട് അത് ബ്രൗൺ ആക്കുക, ഡാർക്ക് ബ്രൗൺ ആക്കുക, അവർക്ക് എങ്ങനെ വേണം അത് ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് വഴറ്റി കഴിഞ്ഞ് ഏകദേശം നമ്മൾ പാകത്തിനായി കഴിഞ്ഞാൽ അതിൽ നമുക്ക് അടുത്ത തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിവിടെ ആദ്യം തക്കാളി ഇടുക ചെയ്യുന്നത്. തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റി എടുത്തിട്ടാണ് ഞാൻ മസാല ഇടുന്നത്. ഇനി ആദ്യം മസാല ഇട്ട് അതൊന്ന് കുറച്ച് നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ട് തക്കാളി ഇടുക. ഏത് രീതിയിലും ചെയ്യാം. മുട്ട മസാലക്ക് വേണ്ടത് ബേസിക് മസാലകളാണ്. ബേസിക് മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, അതിൻ്റെ കൂടെ കുറച്ച് ജീരകപ്പൊടി. ഇനി കുരുമുളക് ആവശ്യമില്ലാത്ത കുരുമുളക് ഇട്ട് കൊടുക്കാം. അപ്പം ഈ ബേസിക് മസാലകളാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത് ഇന്ന്. മസാല ഇട്ടതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ മസാല ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയെല്ലാം കുറച്ച് മസാലകൾ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് പുറത്ത് വരും. അല്ലെങ്കിൽ പച്ച മസാലേൻ്റെ ഒരു ചൊയ ശരിയാവില്ല. അപ്പോൾ നമ്മൾ മസാല ഇട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഫ്രൈ ചെയ്യുമ്പോഴേക്കും ആ തക്കാളി ഉള്ളി എല്ലാം കൂടെ മസാല പിടിച്ച് അതിൻ്റെ മസാലയിലേക്ക് കയറി നിൽക്കും. അതിനുശേഷം നമ്മൾ ടേസ്റ്റ് മസാല ആയിക്കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞ് ഏകദേശം പിന്നെ 80% പണി കഴിഞ്ഞ് മുട്ട പിന്നെ പുഴുങ്ങിയിട്ട് ഈ മസാലയിലേക്ക് ഇട്ട് അതും ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി മസാലേൻ്റെ കൂടെ. എന്നാൽ പിന്നെ ആ മസാല കുറച്ചെങ്കിലും മുട്ടയിലേക്ക് ഇറങ്ങും. ഇതിപ്പോൾ മസാല ഞാൻ ഡ്രൈ ആയിട്ട് ആക്കിയ, എനിക്ക് ഡ്രൈ ആയിട്ടാണ് ഇഷ്ടം. വെള്ളം ഒഴിക്കണേ കുറച്ച് വെള്ളം ഒഴിച്ച് അത് ചെറിയൊരു സെമി ഗ്രേവി രൂപത്തിലാക്കാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് കറി വേണമെങ്കിൽ ഇതേ മസാല തണിഞ്ഞ് ഒന്ന് മിക്സിയിൽ നല്ലോണം വെള്ളമിട്ട് അടിച്ച് അത് ഗ്രേവി രൂപത്തിലാക്കി അതിലും പുഴുങ്ങിയ മുട്ടയിട്ട് ആക്കി കഴിഞ്ഞാൽ അത് മുട്ടക്കറിയായി. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുട്ടയാക്കാം, മുട്ട മസാലയാക്കാം, അല്ലെ അതേ മസാല മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ മുട്ടക്കറിയാക്കാം. ചോയ്സ് ഇസ് ആസ്. ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് മസാല ആയതിനു ശേഷം മുട്ടയിടുക, പുഴുങ്ങിയ മുട്ടയിട്ട് അത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നേരം മിക്സ് എടുത്തതിന് ശേഷം മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടേൻ്റെ മഞ്ഞയിലേക്ക് ആ മസാല അങ്ങോട്ട് ഇറങ്ങും. ഉപ്പും മുളകും എല്ലാം പിടിക്കും മുട്ടക്ക്. അല്ലാണ്ട് നമ്മൾ വെറുതെ അങ്ങ് മുട്ടയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഉപ്പും മുളകും പിടിക്കില്ല മുട്ടക്ക്. അപ്പം മുറിച്ചിട്ട് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ആ മസാല അങ്ങോട്ട് കുറച്ചെങ്കിലും പിടിക്കും. അതിന് ശേഷം നമ്മളിത് ഒന്നുകൂടെ ചൂടാക്കി സെറ്റാവുക. ഇത് ചില സ്ഥലത്ത് മുട്ട റോസ്റ്റ് എന്ന് പറയും, കാരണം ഇത് ഡ്രൈ ആണ്. മുട്ട റോസ്റ്റ് എന്ന് പറയും. മുട്ട മസാല എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് ഗ്രേവി അല്ലെ കറി രൂപത്തിലാണ് വരിക. ഞാൻ ഇവിടെ മുട്ട മസാല എന്നാണ് പറഞ്ഞത്. റോസ്റ്റ് ചിലയൊക്കെ റോസ്റ്റും തോന്നാം. ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഉള്ളി തക്കാളീൻ്റെ മസാലയാക്കി എടുക്കുമ്പം ഏത് രീതിയിലാണെങ്കിലും സംഗതി ടേസ്റ്റാണ്.
അപ്പം, ചപ്പാത്തി, പൊറോട്ട, നൂൽപുട്ട് ഇങ്ങനെയുള്ള കാര്യത്തിനെല്ലാം കഴിക്കാം. ഇതേ സാധനം കറിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പുട്ടിന് കഴിക്കാം. കറി കൂട്ടി കഴിക്കേണ്ട, ഗ്രേവി ആയിട്ട് കഴിക്കേണ്ട സാധനങ്ങൾക്ക് വെച്ച് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിനാകുമ്പം അടിപൊളി, സൂപ്പർ. അപ്പം ഇവിടെ മുട്ട റോസ്റ്റ് അല്ലെങ്കിൽ മുട്ട മസാല റെഡി ആയിരിക്കുകയാണ്. ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേറ്റിലേക്ക് ഡയറക്റ്റ് ചൂടോടെ ട്രാൻസ്ഫർ ചെയ്ത് കഴിക്കുക. എൻജോയ്, ബി ഹാപ്പി. നമ്മളപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ടേക്ക് കെയർ, ബൈ.